സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ ദിവസം 2 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. സമാധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, അഭ്യാസം കൊണ്ട് ഭഗവാന്റെ ആസ്വാദനം ആകുന്ന സുഖം അനുഭവിച്ച് വളരെ ഏതെങ്കിലും കാരണത്താൽ അതിന് ഭ്രംശം വരുമ്പോൾ പരിച്യുത, വീണ്ടും ഞാൻ ധാരണ മുതൽക്ക് ശ്രമിച്ചിട്ട് അവിടെ തന്നെ എത്തിക്കോളാം. പിന്നെ പരാത്മക കൽപ്പിതോത്സവ, ആ പരമാത്മായ സുഖം അനുഭവിച്ചിട്ട് ശുകനെ പോലെയും നാരദനെ പോലെയും യാതൊരു കാര്യത്തിലും ആകാംക്ഷയോ ദുഃഖമോ കൂടാതെ സഞ്ചരിക്കും. എല്ലാവിധ ദുഃഖങ്ങളും പരിഭ്രമങ്ങളും പോവുക എന്നതാണ് പരമസമാധിയുടെ സുഖം അല്ലെങ്കിൽ ലക്ഷണം, അതിൻ്റെ പരിണത ഫലം എന്ന് അർത്ഥം. പണ്ടത്തെ പോലെ വസ്ത്രമില്ലാണ്ടെയും വീടില്ലാണ്ടെയും കാട്ടുകൂടി നടക്കാമെന്നല്ല, അങ്ങനെ എടുക്കണ്ട. ശുഗനും നാരദനും ഇപ്പം അത്രേ ആവശ്യമുള്ളൂ. നമുക്കോ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും. വസ്ത്രമില്ലാണ്ട് ഈ ഗൗബീനെടുത്തിട്ടും വൃക്ഷത്തിൻ്റെ ചുവട്ടും നടക്കാൻ നമുക്ക് പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സൗകര്യങ്ങൾ ഇന്ന വിധത്തിലെന്നില്ല, ചിലപ്പോൾ ആശ്രയിച്ചിട്ടാവും. എങ്കിലും പട്ടിണി കിടന്ന് പാതയിൽ കൂടെ നടക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. എന്തെങ്കിലും ഒരു വിധത്തിലുള്ള മാർഗം. ആശ്രയത്വമില്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ആർക്കാ ഇവിടെ ആശ്രയിക്കാണ്ടിരിക്കാൻ പറ്റുക? അത് ഏതെങ്കിലും തരത്തിലാവും, അത്രയേ ഉള്ളൂ. എന്നാലും അവനെ ഭഗവാൻ എങ്ങനെയെങ്കിലും കാക്കും എന്ന് ചുരുക്കം. ഈ പറയണ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് ശേഷമുള്ള ഇവരുടെ അവസ്ഥ, അപ്പം ജീവിച്ചിരിക്കുമ്പോഴത്തെ കഥയാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം, തത്സമാധി വിജയേ തുയ പുനർമങ്ക്രുമോട്ടരതിക്രമേണ വാ യോഗവശ്യമനിലം ഷടാശേ ഉന്നയപ്തജ സുഷുമ്നയാശനേ. അതായത് ഇവിടെ വിളിക്കുകയാണ്, ഹേ അജ. എന്താണ് ഇങ്ങനെയുള്ള സമാധി വരെയൊക്കെ അഭ്യസിക്കുന്നവർക്ക് ഗുണം? സമാധി വിജയേ, അങ്ങയുടെ സമാധിയിലുള്ളതായിരിക്കുന്ന വിജയമാകുന്ന ലക്ഷ്യപ്രാപ്തി ഉണ്ടായിട്ടുള്ളവർക്ക് നേടിക്കഴിഞ്ഞാൽ ക്രമേണ വാ മോക്ഷരസിക. ഇങ്ങനെ ഈ ജീവിതത്തിൽ 2 പ്രകാരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ്. യോഗേസ്മിൻ ദിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ അങ്ങനെ പറഞ്ഞു. താരക ബ്രഹ്മയോഗത്തിൽ ഗീതയിലും പറഞ്ഞു 2 തരക്കാരാണത്രേ ഉള്ളത്. ഒന്ന്, മരിച്ചാൽ പുനർജന്മത്തെയും പ്രാപിക്കണോര്. പിന്നൊന്ന്, പുനർജന്മത്തെ പ്രാപിക്കാത്തവര്. മോക്ഷം കിട്ടി പിന്നെ ജനനമില്ല. ഈ പുനർജന്മത്തെ പ്രാപിക്കുന്നവരെന്താണ് ഉണ്ടാവുക? പല 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 ലോകങ്ങളിൽ കൂടിയിട്ട് അവർ ഉയരും. പലർക്കും സംശയമുള്ള കാര്യമാണല്ലോ മരണശേഷം എന്താ ഉണ്ടാവുക. ചില ഉത്തരങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ പറയണതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ, കാരണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവരിപ്പോൾ വെറുതെ ഇങ്ങനെ വിം ആൻഡ് ഫാൻസി ആയിട്ട് പറയുമോ? അത് പറയാൻ വഴിയില്ല. ഇതൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ഇതും ശരിയാവണ്ടേ. അപ്പോൾ അവരെവിടേക്കാണ് പോവുക? യോഗം, ധ്യാനം, ഈശ്വരമാർഗം, ഭക്തിയാച്ച ഭക്തി ഇതൊക്കെ അനുഷ്ഠിക്കുന്നവർ ഒരിക്കലും കീഴ്പ്പെട്ട് പോവില്ല, അത് ഉറപ്പാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ കീഴ്പ്പെട്ട് അതപ്പതിക്കുന്നില്ല, അത് ഗ്യാരണ്ടിയാണ്. ഇതിനെവിടേക്കാണ് പോവുക? മേപ്പെട്ട ലോകങ്ങളിലേക്ക്, ഊർധ്വലോകങ്ങളിലേക്ക് അവർ സഞ്ചരിക്കും. മനുഷ്യനായിട്ട് ജനിച്ചാൽ ഇതുപോലെ ആവുള്ളൂ. അപ്പോൾ അതും പോരാ. മേപ്പെട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താ? കീഴ്പ്പെട്ടു വരുത്, മനുഷ്യനും ആവരുത്, അതിലും കുറച്ചെങ്കിലും മേള് ആവണം. അപ്പോഴല്ലേ മേപ്പെട്ട് പോവുക എന്ന് പറയാൻ പറ്റൂ. മനുഷ്യനായ തുല്യതയിലേക്കാണ് പോകണം, മേപ്പെട്ടല്ല. അങ്ങനെ ശീലിച്ചവർക്ക് ആ ചിന്തയോടുകൂടി മരിക്കുമ്പോൾ വീണ്ടും മനുഷ്യജന്മം അല്ലാത്രേ കിട്ടുക, അതിലും ഉയർന്ന ജന്മം കിട്ടും. അതെന്താ ഉയർന്ന ജന്മം? അത് ഒന്ന് മോക്ഷം, യാതൊരു ജന്മവും ഇല്ലാത്ത ആ ആഗ്രഹം വേണ്ടവർക്ക്
ശരീരത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള മോചനമായ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുന്നു. അതെങ്ങനെയാണ്? യോഗവശ്യമനിലം ഉന്നയതി. ഈ കാറ്റ് അല്ലെങ്കിൽ വായു എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഇതിനെ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിലാക്കുക. അനിലം ഉന്നയതി, അതിനെ ഉയർത്തണം. ഒക്കെ കുറച്ച് യോഗമാർഗങ്ങളാണ്. കുണ്ടലിനി ശക്തി മുതൽ മേപ്പട്ട ഇതിനെ ഉയർത്തുക. മൂലാധാരം, മണിപൂരകം, അനാഹതം, അതുപോലെ തന്നെ ആജ്ഞാവിശുദ്ധി മുതലായിട്ടുള്ളതൊക്കെയാണ്. ആജ്ഞാചക്രാന്തരാളത്താരുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. ലളിതാസഹസ്രനാമത്തിലവരും മൂലാധാരം, നാഭി, മണിപൂരകം, ആജ്ഞ, വിശുദ്ധി മുതലായിട്ടുള്ള 6 ചക്രങ്ങളിൽ കൂടിയിട്ട് ഈ വായുവിനെ ഉയർത്തുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ നിന്നും ഉയരുന്നു, വളരെയേറെ ഉയരുന്നു. ഒക്കെ യോഗമാർഗങ്ങളാണ്. അതും കൂടി അറിയണവർക്ക് ഇതൊക്കെ വേഗമാണ് ദഹിക്കുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ യോഗമാർഗങ്ങളിൽ കൂടിയിട്ടാണ്. സുഷുമ്നയാശനേഹി ഉന്നയതി. സുഷുമ്നാ നാഡിയിൽ കൂടിയിട്ടാണ് ഇതിനെ ക്രമത്തിൽ ഉയർത്തുന്നത്. അങ്ങനെ യോഗവശ്യമനിലം വായുസഞ്ചാരത്തെ പരിപൂർണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ ആക്കിയതിന് ശേഷം ശരീരത്തെ ഉപേക്ഷിക്കുന്നു. മോക്ഷരസിക, മോക്ഷം നേടാൻ തൽപരനായി തീർന്ന് പ്രാണവായുവിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലേ? അല്ല, ഒരു സംശയവും വേണ്ട. വായു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നീ 5 കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പ്രാണന്മാരെന്ന് പറയുക. സാധാരണ നമുക്ക് വേണ്ടി വരുന്ന 2 പ്രാണനും അപാനനുമാണ്. ഈ ഓരോ പ്രാണനും ഓരോരോ ഫങ്ഷൻ ഉണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ വീഴാതെ നോക്കണത് അത്ര ഏതോ ഒരു പ്രാണൻ്റെ ഫങ്ഷൻ ഏതാണെന്ന് ഇപ്പോൾ ഇനി നോക്കിയാലേ പറയാൻ പറ്റും. നമ്മൾ വീഴാണ്ട് ഇടത്തോട്ട് വീഴാൻ പോകുമ്പോൾ വലത്തോട്ട് ബാലൻസ് ചെയ്യലുണ്ട്. അത് ആരാ പറഞ്ഞു തരുന്നോ ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ഏതോ ഒരു പഞ്ചപ്രാണന്മാരത്തെ ഒരു പ്രാണൻ്റെ ധർമ്മമാണ്. അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോകുമ്പോൾ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആ ഇലക്ട്രിക്കായിട്ടുള്ള പ്രവൃത്തി തന്നെ നടക്കുന്നുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി. ആരും പറഞ്ഞിട്ടോ സ്വിച്ച് അമർത്തിയിട്ടോ സ്റ്റിയറിങ് തിരിച്ചിട്ടോ അല്ല നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് ചെയ്യണത്. അതുപോലെ ഓർമ്മ ഉണ്ടാവുക ഒരു പ്രാണൻ, വീണ്ടും അതിനെ റിക്കളക്ട് ചെയ്യുക വേറൊരു പ്രാണൻ, കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കുക അതാണ് പ്രാണൻ. അപാനനാവട്ടെ ഇതിനെ പുറത്തേക്ക് തള്ളുകയാണ്. അപ്പോൾ അവിടെ പോയിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണച്ച അപാനൻ്റെ പ്രവർത്തനം ശരിയാവണം. പലപ്പോഴും നമുക്ക് ശരിയാവലുണ്ടോ? ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. ഇത് പോയിട്ട് വേണം ഈശ്വര ആ വണ്ടിയെ നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞാൽ നടക്കില്ല. അതിന് ചിലപ്പോൾ ആണ് ശരിയാവുന്നതാണ്, ഭാഗ്യം കൊണ്ട്. ചിലപ്പോഴോ ശരിയാവില്ല. അപ്പോൾ ഈ കഴിച്ച ആഹാരത്തെ ദഹിപ്പിച്ച് പുറന്തള്ളുന്നത് അപാനനാണ്. അതിൻ്റെ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ശരിക്ക് ഈശ്വരാഗ്രഹം കൊണ്ട് അങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. പലർക്കും അത് മുഴുവനെ പോകാത്തത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. അക്യുമുലേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയണ നോക്കുക. അപ്പോൾ ആ പ്രാണൻ്റെ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിലാണോ ചോദിച്ചാൽ അല്ല. അപാനനും അല്ല, പ്രാണനും അല്ല. ചിലപ്പോൾ അത് അതിനൊക്കെ ഉണ്ടാവണു, ശരിയായിട്ട് ദഹിക്കണില്ല. ഇങ്ങനെ 5 പ്രാണനെയും നമ്മുടെ നിയന്ത്രണത്തിലായാൽ അവർക്ക് രോഗങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് യോഗവശ്യമനിലം ഷഡാശ്രയി. ഷഡാധാരത്തിൽ കൂടെ ഉന്നയിച്ച് മേൽപോട്ട് ഉയർത്തുന്നു. സുഷുമ്നാനാഡിദ്വാര, സുഷുമ്നാനാഡിയിൽ കൂടിയിട്ടാണ് ഉയർത്തുന്നത് എന്നർത്ഥം. അപ്പോൾ അവിടെ സമാധി കൊണ്ട് നമുക്ക് മോക്ഷത്തിൽ താല്പര്യമുള്ളവർ 6 ആധാരങ്ങളിൽ കൂടിയിട്ട് പ്രാണവായുവിനെ ഉയർത്തുന്നു. മൂലാധാരം, മണിപൂരകം, ഹൃദയം, അതായത് അനാഹതം എന്നുള്ളതാണ് ഹൃദയം, അനാഹതം, ആജ്ഞ, വിശുദ്ധി മുതലായിട്ടുള്ള ചക്രങ്ങളിൽ കൂടിയിട്ട് ഉയർത്തി സഹസ്രാദള പത്മത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സുഷുമ്ന നാഡിയിൽ കൂടിയിട്ട് ഉയർത്തുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയ്ക്കാവുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഈ സമാധി കൊണ്ടൊക്കെ നമുക്ക് ലക്ഷ്യമാക്കേണ്ടത്. മോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ തൻ്റെ
പ്രാണവായുവിൻ്റെ സഞ്ചാരത്തിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് വേണ്ട പോലെ ആക്കുന്നു. അതിൻ്റേതായ കംപ്ലൈൻസോ വിഷമങ്ങളോ ആ യോഗിക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമാധി വിജയേതു യപ്പുന, സമാധി വിജയം നേടിയിട്ടുള്ള ഒരാൾക്ക് മോക്ഷത്തിൽ തൽപരത ഉണ്ടായിട്ട് ക്രമേണ യോഗവശ്യമനിലം ഷഡാശ്രയേ സുഷുമ്നയ ഉന്നയത്തിജ, യോഗത്തിന് വശ്യമായിട്ടുള്ള നമ്മുടെ നിയന്ത്രണത്തിലായിട്ടുള്ള വായു ഷഡാശ്രയി, 6 ആധാരങ്ങളുണ്ട് ഒരു ശരീരത്തിൽ. മൂലാധാരം, മണിപൂരകം എന്നും പറഞ്ഞിട്ട് ആ ആധാരങ്ങളിൽ കൂടെ കയറ്റി സുഷുമ്നയിൽ കൂടെ കയറ്റുന്നതിൽ വിജയിക്കുന്നു. ഒക്കെ യോഗവിദ്യകളാണ്. ഇപ്പോൾ വായുവിനെ തൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതിൽ അവൻ വിജയിക്കുന്നു. അത് വലിയൊരു ശാരീരിക പ്രോസസ്സ് ആണ്. ഇനി അടുത്തതിൽ മരണശേഷമുള്ള സംഗതിയാണ്. ലിംഗദേഹമപി സന്ത്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകുതുകീതുമൂർധത സാർദ്ധമേവ കരണനിരീയതേ. ഊർധ്വലോകങ്ങളിലേക്ക് അവൻ പോകുന്നു. ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്തവന് മോക്ഷം കിട്ടും. അതാണ് ലിംഗദേഹത്തെ ഉപേക്ഷിക്കുക. ഈ ലിംഗദേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ 3 ദേഹമുണ്ട് അത്ര ഒരാൾക്ക്. നമ്മൾ കാണുന്നത് ഊണയിച്ചുണ്ടാക്കണ ഈ ശരീരം മാത്രമേ ഉള്ളൂ. ഇത് ഊണയിച്ചുണ്ടാക്കണത്, അതിനാണ് സ്ഥൂല ശരീരം എന്ന് പറയുക. ലിംഗദേഹം എന്നത് പിന്നെ ഒന്നുള്ളതാണ് ആത്മാവ്. ശരീരം ഉണ്ടാവണത് എന്തുകൊണ്ടാണ്? ആത്മാവ് ഉണ്ടാവുകൊണ്ടാണ്. ആത്മാവ് പോയ ശരീരം നശിച്ചില്ലേ? അപ്പോൾ ഉള്ളിലുള്ള ആത്മാവാണ് സൂക്ഷ്മമായിട്ടുള്ള ഇതിനെ നിലനിർത്തുന്ന കാരണശരീരം. അപ്പം ഏതാണ് വേറൊന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്? ഇത് രണ്ടുമല്ലാത്തതായ മനസ്സ്, അതിനെയാണ് നമ്മൾ ലിംഗദേഹം എന്ന് പറയുന്നത്. ലിംഗദേഹം ഈസ് ഈക്വൽ ടു മനസ്സ്. അത് ശരീരമാണ് എന്ന് പറയാൻ എന്താ കാരണം? അതിലാണ് നമ്മൾ പലതും അനുഭവിക്കുന്നത്. ഒക്കെ ശരിക്കും സംസാരാനുഭവം അതിലാണ്ടാവണം എല്ലാതും. അപ്പോൾ അത് വളരെയധികം ഉള്ളൊരു സംഭവമാണ്. ശരീരത്തിൽ ബോധം കെടുത്തി ശസ്ത്രക്രിയ നടത്തുമ്പോൾ നമ്മളെന്തുകൊണ്ടാണ് വേദന അറിയാത്തത്? മനസ്സിനെയാണ് ഉറക്കണത് അനസ്തേഷ്യയിൽ കൂടിയിട്ട്. വേദന ശരീരത്തിന് അല്ല. ആണെങ്കിൽ ബോധം കെടുത്തിയാലും വേദനിക്കണ്ടായി. അപ്പോൾ മനസ്സ് ഉറങ്ങിയപ്പോൾ വേദന നിന്നു, മനസ്സ് വന്നപ്പോഴോ വേദന വന്നു. മനസ്സ് വരണത്, വേദന വരണത് മനസ്സിൽ. അതിനെയാണ് ലിംഗശരീരം എന്ന് പറയുക. ആത്മാവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല, നമുക്കൊക്കെ അറിയാം. തീയിൽ കത്തില്ല, വെള്ളത്തിൽ അലിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിൽ ജഡമാണ്, അതിനുണ്ടോ വേദന? അപ്പോൾ എവിടെയാണ് വേദന? മനസ്സ് എന്ന 3ാമത്തെ ശരീരത്തിൽ സംസാര അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് അതാണ്. ആ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവാൻ എന്താ മാർഗം? തരം സ്പഷ്ടമാണ്. ആ മനസ്സിനെ ഇല്ലാണ്ടാക്കണം. മനസ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? മനസ്സിനെ ഇല്ലാണ്ടാക്കല്ല ചെയ്യുക, ഉണ്ടാക്കാണ്ടിരിക്കേ വേണ്ടൂ. മനസ്സിനെ ഇല്ലാണ്ടാക്കണം, അത് ഉണ്ടാവണ്ടേ? ഇല്ലാത്ത കാര്യത്തിനെ ഇല്ലാണ്ടാക്കണോ? ഉള്ള കാര്യത്തിനല്ലേ ഇല്ലാണ്ടാക്കുക. അപ്പോൾ മനസ്സ് എന്നത് തന്നെ ഇല്ലാത്തതാണ്. പിന്നെ എന്തിനാ ഇല്ലാണ്ടാക്കണം? ഉണ്ടാക്കി ബുദ്ധിമുട്ടാണ്ടാൽ മതി, അബദ്ധമാക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യുന്നത്. ഇല്ലാത്ത മനസ്സിനെ ഉണ്ടാക്കി ദുഃഖിക്കുക. പെരപ്പുറത്ത് കയറിയിട്ട് അയ്യോ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞ് നിലവിളിച്ച് ആരാ കയറി? ആരും പറഞ്ഞിട്ടില്ല. ഇയാൾ തന്നെ കയറിയത് ഇറങ്ങാൻ മാത്രം പറ്റുന്നുമില്ല എന്ന പോലെ നമ്മൾ ദുഃഖിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മനസ്സിനെ ഉണ്ടാക്കാൻ പുറപ്പെടാഞ്ഞിരിക്കുക. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? മനസ്സിനെ ഈശ്വരങ്കലാക്കുക. ഏതൊരു രൂപത്തെ ആണോ നമ്മൾ വിചാരിക്കുന്നത് മനസ്സ് ആ രൂപമായിട്ട് മാറും. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുങ്ങിയിരുന്നു. അപ്പോൾ ഈശ്വരനെ വിചാരിച്ച ഈശ്വരൻ്റെ രൂപമായിട്ട് മനസ്സാണ് മാറും. അവൻ മനസ്സ് എന്ന ഉപദ്രവം നമ്മളെ ബാധിക്കില്ല. അത്രയേ ഉള്ളൂ. വളരെ ആലോചിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം ലിംഗദേഹമഭിസന്ത്യജന്നതോ, മനസ്സ് എന്ന പ്രതിഭാസത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ പരേ ലീലിയതേ, ഈശ്വരനിൽ ലയിക്കുന്നു. പരേ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ബ്രഹ്മം, അതിൽ ലയിച്ചിട്ട് ഊർധ്വലോക കുതുകീതമൂർദ്ധതമേവ കരണനിരീയതേ, മരണശേഷം ഊർധ്വലോകത്തിലേക്ക് മേപ്പെട്ടുള്ള ഗതിയെ അവൻ അനുസരിക്കും. അപ്പം മരണശേഷം ശരീരം വിട്ടാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് മോക്ഷം പ്രാപിക്കുക, പിന്നൊന്ന് ഊർധ്വലോകങ്ങളെ പ്രാപിക്കുക.
ഊർധ്വലോകക്കാർക്ക് പുനർജന്മമുണ്ട്, മോക്ഷക്കാർക്ക് പുനർജന്മമില്ല. അപ്പോൾ ഊർധ്വലോകത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഊർധ്വലോകഗതി മോക്ഷത്തെ പറയാൻ പോകുന്നുണ്ട്. ഊർധ്വലോകഗതിയെ പറ്റിയിട്ട് കുറച്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ഇനി എവിടേക്കൊക്കെയാണ് അവർ പോവുക, എന്നിട്ടാണ് മോക്ഷവും പറഞ്ഞ് നിർത്തുകയാണ്. അത്രയേ ഉള്ളൂ. യോഗവശ്യമനിലം. ഇപ്പം സമാധി വിജയത്തിലായിട്ടുള്ള ഒരാൾക്ക് വായുവിനെ, പ്രാണവായുവിനെ തൻ്റെ നിയന്ത്രണത്തിലാക്കി സുഷുമ്നയിൽ കൂടെ ഉയർത്തുന്നു. ലിംഗദേഹമാകുന്ന മനസ്സിനെയും ത്യജിച്ച് ഊർധ്വലോകത്തിലേക്ക് അവൻ മരണശേഷം പോകുന്നു. ഒരു കാരണവശാലും കീഴ്പോട്ട് പോകുന്നില്ല. ഒരു കാരണവശാലും കീഴ്പ്പെട്ടുള്ള പ്രയാണം അവനില്ല. ചുരുക്കം ഇത്രയേ ഉള്ളൂ. വായുവിനെ തൻ്റെ നിയന്ത്രണത്തിലാക്കുന്നു സുഷുമ്നയിൽ കൂടിയിട്ട്. ഒന്നാമത്തെ ശ്ലോകം ഇവിടെ പറഞ്ഞതിലത്തെ ഒന്നാമത്തെ കേട്ടോ. അടുത്ത ശ്ലോകത്തിൽ ലിംഗദേഹം ത്യജിച്ച് ഊർധ്വലോകത്തിലേക്ക് പോകുന്നു, കീഴ്പ്പെട്ട് പോകുന്നില്ല. തത്സമാധി വിജയേതുയ പുനർമക്ഷുമോക്ഷരതിക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശൈരുന്നയത്യജ സുഷുമ്നയാ ശനൈ ലിംഗദേഹമപി തന്ത്യജന്നധോലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതിഗീതുമൂർദ്ധദത്താർത്ഥമേവ കരണേർ നിരീയതേ. മേപ്പെട്ടാണ് യോഗം ശീലിച്ചവരുടെ ഗതി എന്നതിൽ യാതൊരു സംശയവുമില്ല. നഹി കല്യാണ കൃത്കച്ചി ദുർഗതിയും താത ഗച്ഛതി. നല്ല വഴിക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ദുർഗതി അർജുന ഒരിക്കലും ഉണ്ടാവില്ല പറഞ്ഞ് ഓർപ്പിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.